ഈ എപ്പിസോഡിൻ്റെ തുടക്കം കാണിക്കുന്നത് സാമി കോറിയുടെ സ്ഥലത്തെത്താണ്. സാമിയെ കണ്ടതും കോറി കാട്ടിലൂടെ ഓടുകയാണ്. അവസാനം ഒരു മരത്തിൽ തട്ടി ആൾ താഴെ വീഴുന്നുണ്ട്. സാമി അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഷെയ്ൻ മായയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഡിറ്റക്റ്റീവിന് എല്ലാം മനസ്സിലായി, ഞാൻ ആ ബുള്ളറ്റ് ടെസ്റ്റ് ചെയ്ത കാര്യം. ഇതേ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണോ ക്ലെയറിനെയും ജോയെയും കൊന്നത്? അതെന്താ ഇതുവരെ എന്നോട് പറയാഞ്ഞേ? മായ പറയുന്നുണ്ട്, ഞാനെല്ലാം അവിടെ വന്നിട്ട് പറയാമെന്ന്. അങ്ങനെ മായ ഷെയ്ൻ്റെ അടുത്ത് ചെല്ലാണ്. എന്നിട്ട് അന്നത്തെ ആർമിയിലെ ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാണ്. അപ്പോൾ ഷെയ്ൻ പറയുന്നുണ്ട്, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, നമ്മളെല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ മായ പറയുന്നുണ്ട്, ഇല്ല, നമ്മളൊന്നും ഫോളോ ചെയ്തിട്ടില്ല, അന്നത്തെ ആ ഷൂട്ടിംഗ് എൻ്റെ ഒരു ഡിസിഷനായിരുന്നു. എന്നിട്ട് അന്നത്തെ ഇൻസിഡൻറ്റ് കാണിക്കുകയാണ്. അന്ന് ഒരു ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ സമയത്ത് ആർമിയിൽ കുറേ ആൾക്കാർ മരിക്കും. കുറച്ച് പേര് പരിക്കേറ്റിട്ട് വണ്ടിയുടെ അടി കിടക്കുകയാണ്. അപ്പോൾ ഈ രക്ഷപ്പെട്ട സോൾജേഴ്സ് ഈ പരിക്കേറ്റവരൊക്കെ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കന്ന് ഹെലികോപ്റ്ററിൽ എയർ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു മായയും ഷെയ്നും. മായയ്ക്കായിരുന്നു അതിൻ്റെ ചാർജ്. അപ്പോൾ ദൂരെ നിന്നൊരു വണ്ടി ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ താഴെയുള്ള സോൾജേഴ്സ് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ, ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള വണ്ടി വരുന്നുണ്ട്, അതിന് ഷൂട്ട് ചെയ്തിടൂ, ഞങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ പരിക്കേറ്റവരെ രക്ഷിക്കാൻ പറ്റുന്നില്ല. മായ വേഗം തന്നെ ബേസിലേക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ കൺഫർമേഷൻ പറയില്ല. അവർ പറയും വെയിറ്റ് ചെയ്യാം, കാരണം വണ്ടിയിൽ വരുന്നത് ടെററിസ്റ്റ് ആണോ അതോ സാധാരണ ആൾക്കാരാണോ എന്ന് അറിയില്ല, അപ്പോൾ അത് കൺഫേം ചെയ്തിട്ട് പറയാം, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറയും. പക്ഷേ താഴെ സോൾജേഴ്സ് പാനിക് ആവുന്നുണ്ട്. കാരണം ഇനി ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. അവരാണെങ്കിൽ ഹെൽപ്പ് ചെയ്യൂ ക്യാപ്റ്റൻ, എന്തെങ്കിലും ചെയ്യൂ, ഷൂട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. ആ സമയത്ത് മായ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടാണ് ആ വണ്ടിയിലേക്ക് മിസൈൽ ഇടുന്നത്. പക്ഷെ അതിൽ സാധാരണ ആൾക്കാരായിരിക്കും. പക്ഷെ ഷെയ്നോട് പറഞ്ഞിരുന്നത് ഓർഡർ കിട്ടി എന്നുള്ള രീതിയിലായിരുന്നു. എന്നിട്ട് മായ പറയണ, അതിനുശേഷം എനിക്ക് ഒരു ദിവസം പോലും രാത്രി ഉറങ്ങാൻ സാധിച്ചിട്ടില്ല, എന്നും ഞാൻ ഓർക്കും എനിക്ക് തിരിച്ചു പോയി എൻ്റെ ആ ഡിസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കോറിയെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാണ്. അപ്പോൾ സാമി പറയുന്നുണ്ട്, മായ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ടോമിയുടെ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് പോയതെന്ന്. കോറി ആദ്യം ഒന്നും പറയില്ല. അപ്പോൾ സാമി പറയുന്നുണ്ട്, ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ രണ്ടുപേരും സസ്പെക്റ്റാണ്. അവസാനം കോറി പറയാണ്, എനിക്ക് നിങ്ങളോട് തനിച്ചൊന്ന് സംസാരിക്കണം. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് മായയ്ക്ക് ഒരു മെസ്സേജ് വരുന്നതാണ്. ലൂക്കയുടെ ആ ബേബി സിറ്ററിൻ്റെ അവരുടെ വണ്ടിയിൽ മായ ഒരു ട്രാക്കർ വെച്ചിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കറണ്ട് ലൊക്കേഷൻ കാണിച്ചിട്ട് മായ ഷെയ്നോടൊന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് കോറി സാമിയുടെ അടുത്ത് പറയാണ്, ബർക്കറ്റ്സ് എങ്ങാനും ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എൻ്റെ കാര്യം തീർന്നു. ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ മരണം ഉറപ്പാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവർ പറയുന്നത് അവരുടെ മരുന്നുകൾക്കെല്ലാം 0 to 1% സൈഡ് എഫക്റ്റ് ആണെന്നാണ്. പക്ഷേ അത് ശരിയല്ല. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നുകൾക്കെല്ലാം ഭയങ്കര സൈഡ് എഫക്റ്റ് ആണ്, മരണം വരെ സംഭവിക്കാം. ക്ലെയർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ക്ലെയറിൻ്റെ മർഡർ നടക്കുന്നത്. ലംബ ഫാർമ, ഇത് ബർക്കറ്റ് കമ്പനിയുടെ തന്നെ വേറൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അപ്പോൾ ഈ പേര് കേട്ടതും സാമി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് താൻ കഴിക്കുന്ന മരുന്നുകളെല്ലാം ഈ ലംബ ഫാർമ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ട് കോറി പറയാണ്, ഇവരുടെ മരുന്നുകൾ ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണ്. ചിലവർക്ക് ഹാലൂസിനേഷൻസ്, ചിലവർക്ക് സൂയിസൈഡ് ടെൻഡൻസി, ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്. അപ്പോൾ സാമി ആലോചിക്കുന്നുണ്ട്, ഇതെല്ലാം സാമിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. സാമി വേഗം തന്നെ തൻ്റെ ഡെസ്കിൽ ചെന്നിട്ട് ആ കഴിക്കുന്ന മരുന്നെടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതെല്ലാം ലംബ ഫാർമ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവിടെ വെച്ച് സാമിയുടെ ആ ലേഡി ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ലേഡി ഫ്രണ്ട് എന്നുള്ളത് സാമിയുടെ ഒരു ഇല്യൂഷനായിരുന്നു. അവർ സാമിയുടെ ഫ്രണ്ടായിരുന്നു, പക്ഷെ ആൾ മരിച്ചു പോയതാണ്. അപ്പോൾ എപ്പോഴും കൂടെ ഉള്ളതായിട്ട് സാമിക്ക് തോന്നുന്നതാണ്. എപ്പോഴൊക്കെ സാമിയെയും ആ ലേഡി ഫ്രണ്ടിനെയും കാണിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ സാമി തനിച്ചാണ്, ആ ഫ്രണ്ട് ഉള്ളതായിട്ട് സാമിക്ക് തോന്നണതാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മായ തൻ്റെ ഫോണിലെ സിം കാർഡൊക്കെ മാറ്റി പുതിയതാക്കുന്നുണ്ട്. എന്നിട്ട് എഡ്ഡിയെ വിളിച്ചിട്ട് കാണാൻ വരാൻ പറയും. മായ എഡ്ഡിയെ കൊണ്ട് ലില്ലിയുടെ സ്കൂളിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ പിക്ക് ചെയ്യാനുള്ളവരുടെ ലിസ്റ്റിൽ എഡ്ഡിയുടെ പേര് ചേർക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എഡ്ഡി ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് എന്താ മായ ഇങ്ങനെയൊക്കെ? നിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്, നിൻ്റെ ലൈഫിന് വല്ല ഡേഞ്ചറും ഉണ്ടോ? അപ്പോൾ മായ പറയുന്നുണ്ട്, ക്ലെയറിനെ കൊന്നത് ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഓഫീസിൽ സാമിയുടെ അസിസ്റ്റൻറ്റ് പറയാണ്, കോച്ചിൻ്റെ മകനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവൻ ഇവിടെ അടുത്തുള്ളൊരു ബിൽഡിങ്ങിലുണ്ട്. സാമി അസിസ്റ്റൻ്റ് അവിടേക്ക് ചെല്ലാണ്. ഇവരെ കണ്ടതും ആ പയ്യൻ ഓടാൻ തുടങ്ങും. അവൻ ഓടി ഓടി ബിൽഡിങ്ങിൻ്റെ മേളിൽ റൂഫിൽ കയറും. അപ്പോൾ സാമിയും പുറകെ കയറുന്നുണ്ട്. അവിടെ നിന്ന് എണീറ്റ് പോകാൻ നോക്കുമ്പോൾ സാമി പറയുന്നുണ്ട്, ഇനി പോവണ്ട, ഇവിടെ ചുറ്റും പോലീസുണ്ട്. അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, അന്ന് ജോ ബർക്കറ്റ് മരിച്ചപ്പോൾ ഞാൻ വേറൊരാളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മോട്ടോർ ബൈക്കിലൊക്കെ കറങ്ങി ആൾക്കാരുടെ ഹാൻഡ് ബാഗൊക്കെ തട്ടിപ്പറിക്കുമായിരുന്നു. അങ്ങനെയാണ് അന്ന് പാർക്കിൽ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വെടിയൊച്ച കേട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോയി. അപ്പോഴാണ് ഞാൻ റോഡിൽ വീണത്.
അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇതിലിനി കൂടുതലും ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫോണും ബൈക്കും അങ്ങനെ കളഞ്ഞു, അല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. സാമി കൂടെ വന്ന ആളുടെ പേര് ചോദിക്കുമ്പോൾ റാംബോ എന്ന് പറയും. റാംബോൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ വെച്ച് സാമിക്ക് തല ഇറങ്ങാണ്. അപ്പോൾ സാമിയെ രക്ഷിക്കാൻ വേണ്ടി ഈ പയ്യൻ മുകളിലേക്ക് കയറും. പക്ഷേ കാല് തെറ്റി ആൾ താഴെ വീഴാണ്. ഫ്രാക്ചറൊക്കെ ആയി ആംബുലൻസ് വന്ന് അങ്ങനെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയുന്നുണ്ട് സാമിയോട്, ഇനി നിങ്ങൾ ഈ ജോലിക്ക് ഫിറ്റ് അല്ല എന്ന്. അപ്പോൾ സാമിക്കാണെങ്കിലും നല്ല വിഷമമാവുന്നുണ്ട്. കാരണം തന്നെ രക്ഷിക്കാൻ വേണ്ടി ആ പയ്യൻ മേളിലേക്ക് കയറി വന്നതാണ്. അപ്പോഴാണ് താഴെ വീണത്. സാമി അങ്ങനെ സസ്പെൻഡ് ചെയ്യാണ്. അവിടെ വെച്ച് അസിസ്റ്റൻറ്റിനോട് സാമി കോറി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനി ഈ മരുന്ന് കഴിക്കാതിരുന്നാൽ പോരെയെന്ന്. പക്ഷെ സാമി പറയുന്നുണ്ട് വൈകിപ്പോയി എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സാമി റാംബോയുടെ പുറകെ പോകുന്നതാണ്. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കാണിക്കുന്നത് മായ ലൂക്കയുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ചെല്ലുന്നതാണ്. അപ്പോൾ ലിഫ്റ്റ് ഇറങ്ങി പാർക്കിംഗ് ലോട്ടിലേക്ക് വരികയാണ് ലൂക്കയും ഇസബലും കൂടി. മായ കയ്യിലുള്ള ഗണ്ണ് എടുത്തുകൊണ്ട് അവിടേക്ക് ചെല്ലാണ്. നേരെ തോക്ക് ചൂണ്ടിട്ട് അവരോട് പറയും, അന്ന് പെപ്പർ സ്പ്രേ ചെയ്തതിന് ശേഷം കുറേ നാളായി ഞാൻ നിന്നെ നോക്കി നടക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഇസബല് എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ മായയ്ക്ക് തോന്നും. മായ അത് നോക്കുമ്പോൾ ജോയുടെ ഷർട്ടും ഷൂസും ആയിരിക്കും. എന്നിട്ട് ഇസബല് പറയുന്നുണ്ട്, അന്നത്തെ ആ വീഡിയോ ഞങ്ങൾ ഫേക്ക് ചെയ്തതാണ്. അന്ന് ആ ഫോട്ടോ ഫ്രെയിമിൽ ജോയുടെ ഷർട്ടിട്ട് നിൽക്കുന്നത് ലൂക്കയാണ്. അപ്പോൾ മായ ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ലൂക്ക പറയാണ്, മിസ്സിസ് ബർക്കറ്റിന് നിങ്ങളെ ജോയുടെ മരണവുമായി ബന്ധപ്പെട്ട് നല്ല സംശയമുണ്ട്. അപ്പം അതിനായിട്ട് അത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങളോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ് പൈസ തന്നു. അപ്പോഴേക്കും ഷെയ്ൻ വരികയാണ്. അപ്പം ഈ സ്ഥലം പറഞ്ഞു കൊടുത്തത് എഡ്ഡിയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് സാമിയാണ്. വാഷ്റൂമിൽ വെച്ചിട്ട് റാംബോയെ സാമി ലോക്ക് ചെയ്യും. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഹാൻഡ് ബാഗും ഫോണും മോഷ്ടിക്കുന്ന കാര്യമൊക്കെ അറിയാം, പക്ഷേ ഇന്ന് ഞാൻ വന്നത് ജോ ബർക്കറ്റിൻ്റെ മർഡറിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് നിങ്ങൾ ജോയെ കൊന്നത്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, പക്ഷേ ആരാ കൊന്നേന്നുള്ളത് ഞാൻ കണ്ട്. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കാണിക്കുന്നത് മായയാണ്. മായ ഷെയ്നോട് പറയാണ്, അവരെന്നെ ട്രാപ്പ് ചെയ്തതാണ് ജോ ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷെയ്ൻ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യണേ? ജോയുടെ ശരിക്കുമുള്ള സ്വഭാവം ഞാൻ മനസ്സിലാക്കിയെന്നത് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ഷെയ്ൻ്റെ അടുത്ത് മായ പറയാണ്, ജോയെ കൊന്നത് ഞാനാണ്. ജോയാണ് എൻ്റെ സിസ്റ്ററെ കൊന്നത്.